ഹലോ ഗൈസ്, ഞാനിന്നിപ്പം റിഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മഡ് സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, വളരെ സമയം നമുക്ക് മുന്നേ കുറച്ചേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ മഡ് സിസ്റ്റം തന്നെ ഒന്ന് കാണാം. മഡ് സിസ്റ്റത്തിൽ 3 ടാങ്കാണ് വരുന്നത്. ഈ ഇരിക്കുന്ന ഒരു ടാങ്കാണ്, പിന്നെ 2 ടാങ്ക് അപ്പുറത്തിരിപ്പുണ്ട്. ഇത് നമ്മുടെ പിറ്റാണ്. ഇത് നമ്മൾ ഓരോ റിഗിലും എത്തിക്കഴിയുമ്പോൾ നമ്മളായിട്ടൊരു പിറ്റ് ഉണ്ടാക്കും. ഇതിൽ കിടക്കുന്നത് ക്രൂഡ് ഓയിൽ വേസ്റ്റാണ്. അതായത് നമ്മൾ ഡ്രില്ലിങ്ങും മറ്റു വർക്കും ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റാണ്. ഇതുപോലൊരു കുളം പോലെ നമ്മൾ മണ്ണ് കൂട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് വരുന്നത് ഈ വഴിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ റിഗ് തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. റിഗിലൊന്നും ഒരു പൈപ്പും ഇല്ല. കാര്യം നമ്മൾ പൈപ്പെല്ലാം റൺ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ക്ലൈമാക്സ് വർക്കിലോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരിക്കുന്ന റെഡ് കളറിലെ വലുതാണ് BOP. റിഗ് ഫ്ലോർ അവിടെ തന്നെ ഉണ്ട്. അത് നമ്മുടെ ചോക്ക് മാനിഫോൾഡാണ്. ഇതുവഴിയാണ് വാൽവുകൾ മുഴുവൻ. അതായത് നമുക്ക് വെല്ലിൽ നിന്ന് വരുന്ന എന്ത് തന്നെയായാലും, ക്രൂഡായാലും ഗ്യാസ് ആയാലും എന്ത് വന്നാലും നമുക്ക് തിരിച്ച് എങ്ങോട്ടേക്ക് വിടണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവുകളാണിത്. അതായത് വെല്ലിൽ നിന്നൊരു പൈപ്പ് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലെക്സിബിൾ പൈപ്പാണ്. നിങ്ങൾ കണ്ടില്ലേ, ആ വലിയ പൈപ്പ് വന്ന് ഇതിൽ കയറും. ഇതിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിത് എങ്ങോട്ടേക്ക് വേണമെങ്കിലും കണക്ട് ചെയ്ത് വിടാം. ഈ റെഡ് ലൈൻ നേരെ പോയിരിക്കുന്നത് ഫാർപിറ്റിലേക്കാണ്. ഫാർപിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ ഇതുപോലൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഫാർപിറ്റ്. ഇത് തൊട്ടടുത്തുള്ളതാണ്. ഇതിലേക്കൊരു കണക്ഷൻ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതേണ്ട ഈ 12 എന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് വന്നിട്ട് നിൽക്കുന്നത് ഇതേണ്ട ഈ നിയർ പിറ്റിലാണ്. ഈ വെല്ലിനോട് ചേർന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നിയർ പിറ്റ്. ഇതെല്ലാം ജസ്റ്റ് ഇതിനകത്തുനിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് നമ്മുടെ മഡ് ഗ്യാസ് സെപ്പറേറ്ററാണ്. അതിന് നമുക്ക് അത്ര വലിയ യൂസേജ് ഉള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പം നമ്മളിത് ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കയറി നമ്മുടെ മഡ് ടാങ്കിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. മഡ് ടാങ്കിൻ്റെ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളൊരു കൊച്ചു ടാങ്ക് കാണിച്ചു തരാം. ഇതേണ്ട, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ കിടക്കുന്നത് വെള്ളമാണ്. വെള്ളം ഓയിലൂടി മിക്സായി കിടക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് അളവിൻ്റെ ഒരു ഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു ചെറിയ ടാങ്കാണ്. അതായത് ഇത് വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും കൊള്ളത്തില്ല. ഇതിനകത്ത് ഏകദേശം ഒരു 50 ബാരൽ മാത്രമേ ഇതിനകത്ത് കൊള്ളുള്ളൂ. 50 ബാരലുള്ള ഒരു ടാങ്കാണ്. ഫസ്റ്റ് ടാങ്കാണ്. ഇതിൻ്റെ പേര് ട്രിപ്പ് ടാങ്ക് എന്നാണ്. അതിനുശേഷം നമുക്കിവിടെ ഷെൽ ഷേക്കറുണ്ട്. ഷെൽ ഷേക്കറാണ് ഈ ഇരിക്കുന്നത്. ഷെൽ ഷേക്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള മോസം ബെല്ലി എന്ന് പറയുന്നൊരു ബെല്ലിയുണ്ട്. വേണ്ട, ഇതിലേക്ക് വന്ന് വീഴും. മറ്റേ ഡ്രില്ലിങ് വേസ്റ്റും അതുമെല്ലാം ഈ പൈപ്പിനാണ് ഫ്ലോ ലൈൻ എന്ന് പറയുന്നത്. ഫ്ലോ ലൈൻ വഴിയാണ് ഇത് വരുന്നത്. അത് റിഗ് ഫ്ലോറിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കണക്ഷൻ. അതുവഴി വന്ന് ഇതിൽ വീഴും. ഇതിൽ നിന്ന് നേരെ നമ്മുടെ ഷെൽ ഷേക്കറിലേക്ക് വരും. ഷെൽ ഷേക്കറിൽ നിന്ന് ഇത് അരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അരിച്ച് നീക്കുക എന്നൊക്കെ പറയുന്നല്ലോ. അതായത് ഇത് ഷേക്കറാണ്. ഇതിങ്ങനെ കിടന്ന് ജമ്പ് ചെയ്യും. കണ്ടാ, ജമ്പ് ചെയ്യുന്ന കാണാൻ പറ്റുമെന്നറിയില്ല. ജമ്പ് ചെയ്ത് അരിച്ച് മൺതരിയെല്ലാം ഇതുവഴി പുറത്തേക്കും വിടും. വെള്ളം നമ്മൾ അകത്ത് അത്യാവശ്യം സ്റ്റോർ ചെയ്യും. 2 ഷെൽ ഷേക്കറാണുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു ഡീഗ്യാസർ ടാങ്കുണ്ട്. ഡീഗ്യാസർ ടാങ്ക് നമുക്കങ്ങനെ യൂസേജ് ഇല്ല. എങ്കിലും ഇത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓവറായിട്ട് നമുക്ക് വരുന്ന ബ്രെയിനും, അതായത് നമ്മൾ വെല്ലിലേക്ക് കൊടുക്കുന്ന എന്ത് ലിക്വിഡാണോ, സാൾട്ടാണോ, എന്ത് കൊടുത്തു തന്നെയാണെങ്കിലും അത് ഇതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. ഇത് ഏകദേശം ഒരു 100 ബാരൽ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ്. ഇതിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം. എല്ലാ ടാങ്കും നമുക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റിയ ഭാഗത്തിന് ലാഡറും മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി തൊട്ടപ്പുറത്ത് നമ്മുടെ റിഗ് തന്നെ ഉണ്ട്. പിന്നെ ഇത് കഴിയുമ്പോൾ അടുത്തൊരു ടാങ്കുണ്ട്. ഓക്കെ, ഈ അടുത്ത ടാങ്ക് എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ടാങ്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇടയ്ക്ക് സൗണ്ട് വിഷയം വരുന്നുണ്ട്. കാര്യം ഇവിടെ നമ്മുടെ ജനറേറ്റർ വർക്കാണ്. ഇതേ കണ്ടില്ലേ, നമ്മളൊരു പവർ ട്രെയിലറാണ്. അതിനകത്ത് നിന്ന് കറണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്.
അപ്പം ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ടാങ്കാണ്. ഇതിൻ്റെ മേളിലിരിക്കുന്ന ഈ മോട്ടറാണ് ശരിക്കും മിക്സിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ മോട്ടറിൻ്റെ സ്വിച്ച് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഇരിപ്പുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള എന്താണോ അത് മിക്സ് ആവും. ഏകദേശം ഒരു ഗ്രൈൻഡർ സെറ്റപ്പ് എന്ന് വേണം പറയാൻ. ആ രീതിയിൽ ഇത് വർക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 200 ബാരൽ കപ്പാസിറ്റി ഉണ്ട്. നമ്മളിവിടെ ഒരു ലിറ്റർ കണക്കിലല്ല പറയുന്നത്, റിക്ഫീൽഡിലെല്ലാം ബാരലിലായിരിക്കും പറയുന്നത്. തൊട്ട് പുറകെ നമ്മുടെ മഡ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ലൈനർ ചേഞ്ചിങ്ങിൻ്റെ മറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ മൂന്നാമത്തെ ടാങ്കാണിത്. ഇത് ഇങ്ങോട്ടേക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അടിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ഗ്യാപ്പുണ്ട്. അടുത്തൊരു ടാങ്ക് ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ടാങ്ക് കൂടിയുണ്ട്. അപ്പോൾ ഈ ടാങ്കിൻ്റെ കാര്യം കൂടി പറയാം. ഇതിനെ നമ്മൾ സക്ഷൻ ടാങ്ക് എന്ന് പറയും. സക്ഷൻ ടാങ്ക് 1, 2, 3 അങ്ങനെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ 2 അജിറ്റേറ്റർ എന്ന് വേണം പറയാൻ. ഈ ഗ്രൈൻഡർ പോലെ ഇരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്. ഇതാണ് ഈ പച്ച കളറിലെ മോട്ടറിന് താഴത്തേക്ക് ഒരു റാഡ് പോയിട്ടുണ്ട്. ആ റാഡാണ് ശരിക്കും താഴെ പോയിട്ട് മിക്സ് ആക്കുന്നത്. ഞാനത് പറ്റുമെന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അതിന് കാണിച്ചു തരാൻ. അതെ, ഇതുവഴി നോക്കിയാൽ കാണാം. കണ്ടില്ലേ, ആ ലീഫ് കറങ്ങുമ്പോൾ താഴത്ത് എന്താണോ നമ്മൾ ഇതിനകത്തുള്ളത്, അത് നമ്മുടെ കമ്പനിമാൻ പറയുന്ന എന്താണോ മിക്സ് ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യും. ഈ അജിറ്റേറ്റർ കറങ്ങും. ഈ അജിറ്റേറ്റർ കറങ്ങുമ്പോൾ ഇതെല്ലാം മിക്സ് ആയിക്കോളും. ഇത് നമ്മുടെ സക്ഷൻ ടാങ്കാണ്. ഈ സക്ഷൻ ടാങ്കിൽ നിന്നായിരിക്കും മെയിൻ കണക്ഷൻ പോയിരിക്കുന്നത് മഡ് സിസ്റ്റത്തിലേക്ക്. അത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ വലിയ ഒരു വെള്ള കളറുള്ള ലൈന്, അതെ, ആ പൈപ്പ് വഴിയാണ് ഇത് ശരിക്കും മഡ് സിസ്റ്റത്തിലോട്ട് എടുത്തിട്ട്, ഈ മഡ് സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് ഈ ടാങ്കിലുള്ള എന്ത് ലിക്വിഡായാലും അത് റിക് ഫ്ലോറിലേക്ക് എത്തിച്ചു തരുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് അടുത്ത ടാങ്ക്. ഇതാണ് റിസർവ് ടാങ്ക്. തൊട്ടിപ്പുറത്തുള്ള ഈ ടാങ്കിനെയാണ് റിസർവ് ടാങ്ക്. ഇത് ഏകദേശം റിസർവ് ടാങ്ക് ആണെങ്കിലും നമുക്ക് ഒരെണ്ണം 150 ബാരലും മറ്റൊരെണ്ണം 350 ബാരലുമാണ്. ഇത് നിങ്ങൾക്ക് ഗ്രേറ്റിങ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അല്ല, എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കണം, ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഇപ്പം നമ്മൾ ചെറിയ സോൾട്ട് കലക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വെള്ളമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ പിഗ് ഹൗസ്. ഇതാണ് പിഗ് ഹൗസ്. അതായത് ഇവിടെ വെച്ചാണ് നമ്മൾ ഈ ലിക്വിഡിൻ്റെ എല്ലാം അളവും കാര്യങ്ങളും എല്ലാം തിട്ടപ്പെടുത്തുന്നത്. ഇതിനകത്ത് കയറി ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമുക്കിതെല്ലാം അളവെല്ലാം കറക്റ്റാണോ, ഇതിനകത്ത് കറക്റ്റായിട്ട് ഡൈല്യൂട്ടിങ് നടക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് വേണം നമ്മൾ മേളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ. ഇത് നമ്മുടെ സെക്ഷൻ. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റിസർവ് ടാങ്കിൽ തന്നെ. ഇതേ റിസർവ് ടാങ്കിൻ്റെ അടിയിൽ ഇതിനകത്തായിരിക്കും കൂടുതലും നമ്മൾ ഐവിസ് കലക്കി വയ്ക്കുന്ന. ഐവിസ് എന്താണ് എന്ന് ഈ മേഖലയിലുള്ളവർക്ക് പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ശരി, കാരണം വേറൊന്നുമല്ല, ഞാനും ഈ മേഖലയിൽ എത്തിയിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതിനകത്ത് ഐവിസ് കലക്കി വയ്ക്കും. ഐവിസ് വളരെ കട്ടിയുള്ളൊരു സാധനമാണ്. കാര്യം നമ്മൾ വെറും പച്ചവെള്ളം മാത്രം അങ്ങോട്ട് അടിച്ചു വിട്ടാൽ പോരല്ലോ. ഐവിസ് പോലെ കട്ടിയുള്ള, ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വളരെയധികം തിക്കായിട്ട് വരുന്ന ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഐറ്റം ആയിരിക്കും. അതും നമ്മൾ ഈ 150 ബാരലിനകത്ത് നമ്മൾ കലക്കി വെച്ചേക്കും. ഇൻ കേസ് വെല്ലിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇങ്ങോട്ടേക്ക് ക്രൂഡ് ഓയിൽ നന്നായിട്ട് പ്രഷറിൽ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇതായിരിക്കും തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മളെ ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മഡ് ടാങ്ക്. ഇതെനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് ഇത് എടുക്കാൻ പറ്റിയൊരു സമയവും സാഹചര്യം കിട്ടത്തില്ല. അത് ഈ റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, നമുക്കങ്ങനെ കിട്ടില്ല. തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് ഈ റെഡ് കളറാണ് നമ്മുടെ ഇവിടുത്തെ ഫയർ ടാങ്ക്. ഇവിടെ എന്തെങ്കിലും തീ പിടുത്തമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിനകത്തൊരു എൻജിനുണ്ട്. ആ എൻജിൻ പ്രവർത്തിച്ചിട്ടായിരിക്കും ഈ ഇവിടുത്തെ മൊത്തം ഫയർ ലൈനും വർക്കാവുന്നത്. ഫയർ ടാങ്കൊക്കെ എപ്പോഴും ഫില്ലപ്പായിരിക്കും. പക്ക ആയിട്ട് അത് വർക്കായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വെല്ലിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനൊക്കെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്.
തൊട്ടിപ്പുറത്ത് നമ്മൾ കുറച്ച് പൈപ്പുകൾ അടുക്കിയിട്ടിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ഇത് 4.5 ട്യൂബിങ് എന്നാണ് പറയുന്നത്. കാര്യം ഇതാണ് ക്രൂഡ് ഓയിൽ സക്ക് ചെയ്ത് വലിച്ചെടുത്ത് മേളിലെത്തിക്കുന്ന പൈപ്പാണ്. നിലവിലിത് നമ്മളിപ്പോൾ ഇറക്കാൻ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന പൈപ്പുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ വെല്ലിലേക്ക് നാളെ നമ്മൾ ഇപ്പോഴത്തെ ഈ ലോഗിങ്ങിൻ്റെ കുറച്ച് പരിപാടി ഇവിടെ നടപ്പുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ നമ്മൾ വെല്ലിലേക്ക് ഇറക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരു പിറ്റ് കൂടി കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാർ പിറ്റ് എന്ന് പറയുന്നൊരു പിറ്റ്. ഇതാണ് ഫാർ പിറ്റ്. ഇത് കാലിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. ഈ ഫാർ പിറ്റ് കാലിയാണ്. ഇൻ കേസ് എന്തെങ്കിലും കിക്കോ ഓയിലോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ കുളം പോലെ ഓരോന്ന് കെട്ടിവെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഡീസൽ ടാങ്കാണ്. എപ്പോഴും ഇതുപോലെ 2 വണ്ടി ഡീസൽ ടാങ്ക് ഇവിടെ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാവും. ഒന്ന് ഇവിടുത്തെ യന്ത്രങ്ങളുടെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനം നടക്കാനും, ഇത് വെല്ലിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കരുതിയിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, ഇനി ഞാൻ അതെ ഇതാണ് നമ്മുടെ പിറ്റ്. കണ്ടോ, ഈ കിടക്കുന്ന ക്രൂഡ് ഓയിലാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് വരുന്ന ഓയിൽ എവിടെ പോകും എന്ന് ചോദിച്ചതിൻ്റെ ഒരു ഇതാണ്. ആവശ്യമില്ലാതെ വരുന്ന വേസ്റ്റ് ഓയിലുകൾ നമ്മൾ അതിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതവിടെ നിന്ന് വറ്റിപ്പോകത്തേ ഉള്ളൂ, അവിടെ നിന്നും ആരും വന്ന് എടുത്തുകൊണ്ട് പോവില്ല. പിന്നെ ഡയറക്റ്റ് GCയിലേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, അതായത് റിഫൈനറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ റിഫൈനറി അല്ല, GC ആണ്. അപ്പം GCയിലേക്ക് എത്താനായിട്ട് ഇതുപോലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ വഴി നേരെ GCയിലേക്ക് എത്തുന്നതാണ്. ശരിക്കും GCയിലെത്തിക്കഴിഞ്ഞാലാണ് പ്യൂരിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് പ്രോസസ്സിംഗ് ആയി ക്രൂഡ് ഓയിൽ പല രീതിയിൽ ചേഞ്ചായി വരുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഡീസലും പെട്രോളും നാഫ്തയിൽ നിന്നും ഗ്യാസും മറ്റെല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഇത് ആ കാണുന്നൊരു വാൽവ് GCയിലോട്ട് പോകുന്നതാണ്, അതായത് റിഫൈനറിയിലോട്ട്. ഇവിടെ നിന്ന് എടുക്കുന്ന ഈ വെല്ലിൽ നിന്ന് എടുക്കുന്ന ക്രൂഡ് ഓയിൽ ആ ലൈൻ വഴി നേരെ GCയിലേക്ക് എത്തും. ഓക്കെ, നമ്മുടെ റിഗ് അവിടെ നിൽപ്പുണ്ട്. ശരിക്കും മങ്കി ബോർഡിലൊന്നും പൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മുടെ വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്കിനകത്താണ് വെള്ളം ഫില്ല് ചെയ്ത് വെച്ചേക്കും. ഇതിൽ നിന്ന് ആവശ്യമുള്ള ടാങ്ക് ഈ ലൈൻ വഴി ഈ പമ്പ് കണ്ടില്ലേ, ഇതിൻ്റെ പുറകിൽ 2 പമ്പുണ്ട്. ഈ പമ്പ് വഴി തള്ളി നമ്മളിത് ഈ ടാങ്കിലേക്ക് എത്തിക്കും, മഡ് സിസ്റ്റത്തിൻ്റെ ടാങ്കിലേക്ക് എത്തിക്കും. അതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് മഡ് മിക്സ് ചെയ്യുന്നത്. അതിനകത്ത് ഇതുവഴിയായിരിക്കും നമ്മൾ ഹൂപ്പർ എന്ന് പറയും, ഇതിലേക്കാണ് നമ്മൾ കെമിക്കൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കെമിക്കൽ ഇട്ട് കൊടുത്ത് അടിയിലെത്തി ഈ മേളിലേക്കുള്ള ലൈൻ വഴി മിക്സിംഗ് പമ്പ് ആ ലൈൻ വഴി നേരെ ഇത് ടാങ്കിലേക്ക് എത്തുന്നതാണ്. ഇതുവഴിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 1000 കിലോത്തിൻ്റെ ആയിരിക്കും ഈ വരുന്നത്. അപ്പം നമ്മളെ മാനുവലായിട്ട് നമുക്ക് പൊക്കാൻ കഴിയാത്തതുകൊണ്ട് വിഞ്ച് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ചാക്കെല്ലാം ഇതിലേക്ക് പൊട്ടിച്ചിടുന്നത്. വിഞ്ച് ഉപയോഗിച്ച് ചാക്കെല്ലാം പൊട്ടിച്ചിട്ട് അതുവഴി നേരെ ഈ പൈപ്പ് ലൈൻ വഴി അകത്തേക്കെത്തി നമുക്കിതിൽ ഏത് ടാങ്കിലേക്കാണോ എത്തേണ്ടത് അതുപോലെ നമുക്ക് വാൽവുകൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിലേക്ക് എത്തും, നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ വെല്ലിന് മുകളിൽ ക്രിസ്മസ് ട്രീ ആയിരുന്നു ഇരുന്നിരുന്നത്. അതെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വെൽ കൺട്രോൾ സിസ്റ്റമാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ റെഡ് കളറിലിരിക്കുന്നത് നമ്മുടെ റിക്കിൻ്റെ പാർട്സും താഴത്തിരിക്കുന്ന ബ്ലാക്ക് കളറ് ശരിക്കും കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ പാർട്സുമാണ്. അതിനകത്താണ് ഈ 10,000 അടി താഴ്ചയുള്ള വെല്ലാണത്.
ഇത് ഈ റെഡ് കളറിനെയാണ് POP എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് തള്ളി നിൽക്കുന്നതൊക്കെ റാമാണ്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ആ പൈപ്പ് ക്ലോസ് ചെയ്യാനും പൈപ്പ് കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള പൈപ്പ് റാം, ഷീർ റാം അങ്ങനെ തുടങ്ങിയത്. അതിൻ്റെ മുകളിലുള്ളത് ആ വലിയ വട്ടം റെഡ് കളറ് ആനുലറാണ്. അതിൻ്റെ മുകളിലേക്ക് കാണുന്നതാണ് റിക് ഫ്ലോറ്. ഇതിനകത്തിപ്പോൾ കിടക്കുന്നത് നമ്മളിവിടെ വെള്ളമാണ്. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളെല്ലാം ഇവിടെ ആവശ്യത്തിന് വരും. അതെല്ലാം ഒലിച്ചിറങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എണ്ണക്കിണർ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഓക്കെ. നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് എന്തോ ഒരു വർക്കിന് പോയിട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചോക്ക് മാനിഫോൾഡ്. ഇതാണ് നമ്മുടെ കൂമി യൂണിറ്റ്. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട POP റാം ക്ലോസ് ചെയ്യാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ POP റാം ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, അകത്ത് നമ്മുടെ റിഗിൻ്റെ താഴത്തുള്ള ആ റെഡ് കളറാണ് നേരത്തെ കാണിച്ചിരുന്നത്. അതിലേക്ക് പോകുന്ന ലൈനുകളും മറ്റുമാണിത്. അത് വർക്ക് ചെയ്യുന്നത് ഈ കൂമി യൂണിറ്റ് എന്ന് പറയുന്ന ഈ സിലിണ്ടറിനകത്തുള്ള പ്രഷറിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. മേളിലിരിക്കുന്നത് നമ്മുടെ ഡ്രില്ലിംഗ് റൂമാണ്. ഈ റെഡ് കളറിലുള്ളതാണ് സ്ലൈഡർ. നമുക്ക് എന്തെങ്കിലും മേളിലൊരു അപകടം പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാം. സ്റ്റെപ്പ് ഇറങ്ങൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുവഴി ഓടി നമുക്ക് രക്ഷപ്പെടാം. തൊട്ട് ഫ്രണ്ടിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോറാണ് ഈ കാണുന്നത്. വി ഡോറ് ഇതുവഴിയാണ് പൈപ്പ് കയറ്റി ഇറക്കുകയും ചെയ്യുന്നത്.